ഏകീകൃത കുർബാന തർക്കത്തെ തുടർന്ന് ഇന്നലെ മുതൽ അതിരൂപത ആസ്ഥാനത്ത് പ്രതിഷേധിച്ച 21 വൈദികരെ പുറത്താക്കി. സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, വീണ്ടും സംഘർഷം. നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ ആദ്യം കാണാം, അതിനുശേഷം വിഷ്ണുവിലേക്ക് എത്താം. നിങ്ങൾ പാലിച്ചോ? പിതാക്കന്മാരുടെ ഓർഡർ പാലിക്കാൻ സീറോ നിങ്ങൾക്ക് വേറെ കളിയാണ്. 1 മണി തൊട്ട് ഒന്നും പറയാനുള്ള കാര്യം ഒരു കാര്യം പറയാൻ വികാരാധീനല്ല. നിങ്ങൾ സകല കോഴ്സുമായിട്ട് വന്ന് നിൽക്കുന്നു ഞങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ ഇവിടെ വന്ന് ചെന്തോ അഭ്യാസങ്ങളെ കാട്ടിക്കൂട്ടി ഒന്നും ആർക്ക് നിങ്ങൾ ഒന്നും വരട്ട് നിങ്ങൾക്ക് എതിരാണ് സർക്കാർ. അത് സത്യമാണോ? മൊബൈൽ മേടിച്ച് വെച്ചില്ലായിരുന്നു. മൊബൈൽ മേടിച്ച് വെച്ചില്ലായിരുന്നു. ഒരു കാര്യം ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. സർക്കാർ പറഞ്ഞു ഈ അച്ഛന്മാരെ കയ്യും കാലും കൊണ്ടുപോകാൻ സർക്കാർ പറഞ്ഞു. അതുകൊണ്ട് സർക്കാരിന്റെ തീരുമാനമാണെന്നാണ് സർക്കാർ നിങ്ങൾക്കെതിരാണെന്നാണ് നിങ്ങൾ കാരണം ഒരു കാര്യം ഈ ACP കാരണം അൽമായ മുന്നേറ്റം ഇതുവരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തിട്ടില്ല. ഈ ACP പറയുന്നത് സർക്കാർ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരാണ്. ഒരിക്കലും ഞാൻ ഈ കാര്യത്തില് നീതി പാലിക്കാൻ പറ്റില്ല. കാരണം അത്രയേറെ ഒന്നും ഇങ്ങനെ തള്ളല്ലേ. അത്രയേറെ തുടക്കം മുതൽ നിങ്ങൾ വൺ മാൻ ഷോയും വൺ സൈഡ് പരിപാടിയാ. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ നിങ്ങൾ വാങ്ങി പോക്കറ്റിലിടുന്ന പുട്ടടിക്കുന്ന കിമ്പളമാണ് നിങ്ങളെ നയിക്കുന്നുള്ള യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഇന്ന് രാവിലെ ഞങ്ങളോട് കാണിച്ചില്ല. സാറിന്റെ വീട്ടിൽ വന്ന് സാറിന്റെ വീട്ടുകാരെ ഞങ്ങളെ ഉപദ്രവിച്ചാൽ സാർ എങ്ങനെ ക്ഷമിക്കും? സാറിന്റെ വീട്ടിൽ വന്നിട്ട് സാറിന്റെ മക്കളെ ഞങ്ങളെ ഉപദ്രവിച്ചാൽ സാർ എങ്ങനെ ക്ഷമിക്കും? ജീവിതകാലം മുഴുവൻ ഈ യൂണിഫോമിലും ഈ അകമ്പടിയിലും സാറ് ജീവിക്കുന്നതാണോ സാർ ധരിച്ചിരിക്കുന്നത്? ഇത് കഴിഞ്ഞിട്ടൊരു കാലഘട്ടമുണ്ട് സാറേ. ഇത് കഴിഞ്ഞിട്ടൊരു കാലഘട്ടമുണ്ട്. സാറ് ഇതിന് ഒറ്റ ഉത്തരം പറഞ്ഞാൽ മതി. സാറ് ഞങ്ങൾ 8 പേരോടും ഫസ്റ്റ് ബോള് ഓടി വന്നിട്ട് എല്ലാരും കൂടെ അങ്ങനെ വന്നത് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഫോൺ എടുക്കാൻ പറഞ്ഞു. ഫോൺ മേടിച്ചിട്ട് സാർ എന്നാ പറഞ്ഞത്? ഷൈച്ചാന്റെ മുമ്പിൽ വെച്ചിട്ടാ പറഞ്ഞത്. ഇനി
ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ACP ജയകുമാർ ഞങ്ങളോട് ഒരു മിനിറ്റ് ACP ജയകുമാർ ഞങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് ഞങ്ങളെ പിടിച്ചു ബലമായിട്ടിരുത്തി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചതിന് ശേഷം ACP ജയകുമാർ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇങ്ങനെയാണ് തുടങ്ങിയത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് സാറിന് പറയാനുള്ളത്? നിങ്ങൾക്ക് ഒരു തോന്നലുണ്ട് ഞാൻ ACP ജയകുമാറാണ് നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. സത്യത്തിൽ പറഞ്ഞു പിണറായി സർക്കാരാണ്, കേരള സർക്കാരാണ്. നിങ്ങളെ കേൾക്കണ്ട, കേൾക്കണ്ട, പ്ലീസ് കേൾക്കണ്ട. വായി തുറക്കരുത്, പറയാം. സാറ് കേൾക്കണ്ട. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കല്ലേ പ്ലീസ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. എന്ത് സാറാന്ന് പറയട്ടെ. അവിടെ ഉണ്ടായ കാര്യം പ്രകാശ് പറയട്ടെ. അവിടെ ഉണ്ടായ കാര്യം പറയട്ടെ. പൂർത്തിയായിട്ടില്ല. പ്രകാശ് പറയട്ടെ. പ്രകാശ് പറയട്ടെ. അയാൾ പറയണ്ട, നിങ്ങൾ അവിടെ ഉണ്ടായ കാര്യം പറയും. സത്യം പറഞ്ഞു ഇപ്പൊ ACP ജയകുമാർ സാറിന് നിങ്ങൾ സമാധാനത്തോടെ ഇരുന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സമാധാനം ആശംസിക്കാൻ നിങ്ങൾ കത്തോലിക്ക പുരോഹിതനല്ലല്ലോ. സമാധാനം ആശംസിക്കാൻ ACP ജയകുമാർ കത്തോലിക്ക പുരോഹിതനല്ല. നിങ്ങളൊരു ഹൈന്ദവനാണ്. നിങ്ങൾ ഞങ്ങളുടെ ക്രൈസ്തവ ആലയത്തിൽ കയറി ഞങ്ങളുടെ വൈദികരെ പീഡിപ്പിച്ചു. അതിന് മുന്നോടിയായിട്ട് ഞങ്ങളെ 8 മാരെയും ഒരു വൈദികനെയും പെരുവഴിയിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. വെർച്വൽ അറസ്റ്റ് നിങ്ങൾ ചെയ്തതിനു ശേഷം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്, മൊബൈൽ മേടിച്ചതിന് ശേഷം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞാനെതിരല്ല, പിണറായിയുടെ സർക്കാര്, കേരള സർക്കാര് നിങ്ങൾക്കെതിരാണ് എന്നാണ് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. അതിനെ ഞങ്ങൾ തള്ളിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇറങ്ങി ഓടി ചോദ്യം ചെയ്തപ്പോൾ നിങ്ങളുടെ വായിൽ ഉത്തരമില്ലായിരുന്നു, നിങ്ങളുടെ വായിൽ പഴം വിഴുങ്ങിയിരിക്കുകയായിരുന്നു. നിങ്ങൾ മറുപടി പറയാതെ പിന്തിരിഞ്ഞോടുകയാണ് ചെയ്തത്. ഇത് പറഞ്ഞതിന്റെ പേരിൽ നാളെ നിങ്ങൾ ഏതെങ്കിലും കേസിൽ പെടുത്തി എന്നെ കൊന്നു കളഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ വൈദികരെ നിങ്ങൾ തൊട്ട് കളിച്ചാൽ അതിന് ഞങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പറയട്ടെ. സ്റ്റാൻഡ് നീ ആരും ഒന്നും പറയണ്ട. നമുക്ക് അവരുടെ കേൾക്കണ്ടേ? അവരുടെ വർത്തമാനം നമുക്ക് കേൾക്കണ്ട. വേണ്ട അവരുടെ വർത്തമാനം നമുക്ക് കേൾക്കണ്ട. ഒന്നുമില്ല, ഞാൻ അവരോട് സംസാരിക്കാൻ, അവരുടെ ആരാധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ജില്ലാ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കുള്ള ഇത് വേണ്ടി സംസാരിച്ച് നോക്കാന്നുള്ള രീതിയിൽ അത് അവർ സമ്മതമാണല്ലോ. അതിനാണ് ഞാൻ വന്നത്. അവർ സംസാരിക്കാൻ സമയമുണ്ട്. ഇതൊക്കെ അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്. ഇല്ല, അത് ഇവിടെ ഡ്യൂട്ടിക്ക് മറ്റേ AC, സെൻട്രൽ AC, AC ഒക്കെ അവരിങ്ങോട്ട് മാറിക്കാൻ സഹകരിച്ചു. ഇല്ലെന്നേ, അത് അവർക്കിത് ഒരു വാർത്തയാക്കണം, അത്രേ ഉള്ളൂ. സോറി, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. അവരോട് ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കാൻ തയ്യാറാണ്. സെന്റ് മേരീസ് ബസിലിക്കയിലാണ് പുൽപ്പള്ളിയിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിലാണ് നേർക്കുനേർ ഇപ്പോൾ സംസാരിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.